നമ്മുടെ സിറ്റിയിലാണെങ്കിൽ ഒരു ടവർ സ്റ്റണ്ടിൽ ഒരു റേസ് നടക്കുകയാണ്, സ്റ്റണ്ട് റേസ്. സോ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ പോകാനാണ്. സോ എനിക്ക് താല്പര്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ജയിക്കുന്ന ആൾക്ക് കിട്ടുന്നത് 1 കോടി രൂപയാണ് ഈ ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത്. സോ അതെന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. രജിസ്ട്രേഷന് പൈസ വേണമെന്ന് എനിക്ക് അറിയില്ല. നമുക്കതെല്ലാം ഓഫീസിലോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് പേര് കൊടുക്കാം. നമ്മൾ ഓഫീസ് ഇവിടെ കുറച്ച് അകലെയാണ്. നമുക്ക് അവരോട്ടൊന്ന് പോയി നോക്കിയതിന് ശേഷം പേര് കൊടുത്തിട്ട് നമുക്ക് വരാം. ഞാൻ എന്താ ഓഫീസിൻ്റെ അടുത്തെത്തിയില്ല, ഇതാണ് ഓഫീസ്. സോ നമുക്ക് ഇറങ്ങിയിട്ട് ഇവിടെ പോയിട്ട് പേരെടുക്കാം. സോ ആ ടവർ സ്റ്റാൻഡിന് അവിടെ എന്ത് റേസ് ഉണ്ടെങ്കിലും ഈ ഒരു ഓഫീസിലാണ് നമുക്ക് പോയിട്ട് പേര് കൊടുക്കേണ്ടത്. സോ നമുക്ക് നേരെ പോയിട്ട് പേര് കൊടുക്കാം. അവിടെ ഡോറൊക്കെ നമുക്ക് തന്നെ തുറന്നിട്ട് നേരെ പോയിട്ട് പേര് കൊടുക്കാം. ഈ സമയം ഞാൻ രജിസ്ട്രേഷനൊക്കെ നടത്തി 5000 രൂപയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത്. സോ ഇതൊരു ബൈക്ക് റേസാണ്. സോ ആ ബൈക്ക് വേണം, അതാണ് മെയിൻ. സോ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ബൈക്ക് ഒപ്പിക്കണം. നമുക്ക് ബൈക്ക് ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. ഞാൻ വണ്ടി കുറച്ച് മാറ്റിയിട്ടാ. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. നമുക്ക് സോമനെ വിളിച്ചു വെച്ചൊക്കെ സോമൻ്റെ അടുത്ത് വണ്ടി ഉണ്ടോന്ന്. ആടാ സോമ, നീ ഇപ്പം എവിടെയാണ്? ഞാൻ സിറ്റിയുടെ പുറത്തൊരു ടൂറ് പോയിരിക്കുക. ഇപ്പോഴാ? ആ, എന്ത് പറ്റി? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. എന്നാൽ ശരി, ബൈ. അവൻ നമ്മളെ സിറ്റിയിലില്ല, അവൻ എവിടേക്കാണ് പോയിന്ന്. ഇനി നമുക്ക് രമണനെ വിളിച്ചു നോക്കാം. അവനാണ് നമ്മൾ ആകെയുള്ള ഒരു പ്രതീക്ഷ. അല്ല എൻ്റെ അടുത്ത് വണ്ടിയൊന്നും ഇല്ല, ബൈക്ക്. ആ ഹലോടാ രമണ. എന്താ കാര്യം? നിൻ്റെ അടുത്ത് ഏതെങ്കിലും ബൈക്ക് ഇപ്പം എനിക്ക് തരാൻ പറ്റുമോ? ബൈക്കോ? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് തരാം. ശരി, ഞാൻ തരാം. നീ എൻ്റെ വീട്ടിലേക്ക് പോരും, ഞാൻ അവിടുന്ന് നിനക്ക് തരാം. അവൻ രമണിൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടെന്നാട്ടാ പറഞ്ഞത്. ഏതാ ബൈക്കാണെന്ന് അവൻ പറഞ്ഞില്ല. സോ അവൻ്റെ വീട്ടിലോട്ട് പോകാനാണ്. സോ അവനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അതും അധികം ദൂരമൊന്നുമില്ല, നമ്മുടെ സ്റ്റണ്ട് റേസിൻ്റെ ഒക്കെ കുറച്ച് അപ്പുറത്താണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് അവൻ്റെ അടുത്ത് തന്നെ ബൈക്കൊന്ന് വാങ്ങുക. ഏതാ ബൈക്കെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് ആ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം ജയിച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ 1 കോടിയാണ് കിട്ടുന്നത്. സോ ഇതാണ് അവൻ്റെ ഫ്ലാറ്റ്. സോ ഇവിടെ നമുക്കൊന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇട്ടിങ്ങാനോ ആണ് വണ്ടിയൊക്കെ പാർക്കിംഗ് ചെയ്തത്. നമുക്ക് ഇവിടെ നമ്മളെ ബാക്ക് സൈഡിലോട്ടൊന്ന് പോയി നോക്കി നോക്കാം. അവിടെ ഏതെങ്കിലും ബൈക്ക് ഉണ്ടാവാതിരിക്കില്ല. അപ്പം ഞാൻ എന്താ നമ്മുടെ ഇവിടെ ബാക്ക് സൈഡിലോട്ട് നടന്നു പോകണേ. ഇവിടേക്കൊരു ബൈക്ക് ഉണ്ട്. എൻ്റെ ഇതാണ് ഇഷ്ടമുള്ള ബൈക്ക്. മനസ്സിലായില്ലല്ലോ അവിടെ. ഇതൊരു ബെനലി ഉണ്ട്, ബെനലീൻ്റെ ഒരു ബൈക്കാണ്. ഇത് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്ന റേസിൽ ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഈ ബൈക്ക് വെച്ചിട്ട് തന്നെ റേസ് ചെയ്യാത്തൊരു നല്ല വണ്ടിയാണ്, കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ എന്തായാലും റേസ് നടക്കുന്ന സ്ഥലത്തോട്ട് ഇനി നമുക്ക് പോകാൻ. ഈ സമയം ഞാൻ റേസ് നടക്കുന്ന സ്ഥലത്തെത്തി. ഈ കാണുന്ന ടവറിലാണ് റേസ്. ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഒരു കുത്തമിനാർക്ക് പോലെ ഉണ്ട്. ഇതിൽ നമ്മുടെ എതിരായിട്ട് 2 പേരാട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഒരാളുടെ അടുത്ത് കവാസ്കിയും പിന്നെ 2 ഹയാബൂസയും ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ വണ്ടിയാണ് കേട്ടോ. സോ അതൊക്കെ നമുക്ക് പിടിച്ചിടാൻ പറ്റാറില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ വലിപ്പം നോക്കി. എൻ്റെ ആകുമ്പോഴത്തേന് എനിക്ക് മുകളിലോട് കൊണ്ടുപോകുമ്പോഴത്തേന് എൻ്റെ കഴുത്ത് വേനെടുക്കണം. സോ ഇനി ഒരു വലുതാണ്, ഇനി ഒരുപാടുണ്ട്. നല്ല ടാസ്ക് ആവും. സോ നമുക്ക് റേസ് സ്റ്റാർട്ട് ആവാൻ ഇനി 2 മിനിറ്റ് കൂടി ഉണ്ട്. സോ നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ റേസ് ഇപ്പോൾ സ്റ്റാർട്ടാവും. റേസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഹയാബൂസയുടെ റൈഡറായിട്ടാണ് പോകണത്. ഇയാൾക്കിത് കയറാൻ പറ്റുമോ അറിയില്ല. എന്തായാലും ഇയാൾ കയറി കഴിഞ്ഞാൽ ജയിച്ച് 2 പേരെങ്ങാനും ജയിക്കുകയാണെങ്കിൽ അപ്പോൾ ആ 2 പേരും തമ്മിലുള്ള റീമാച്ച് നടക്കും. പക്ഷെ അത് ഈ സ്റ്റാൻഡിലല്ല, അല്ലെങ്കിൽ ഈ റാമ്പിലല്ല. ഓക്കെ, നമ്മുടെ ഹയാബൂസയുടെ റൈഡറാണെങ്കിൽ കയറി പോകുന്നുണ്ട്. ഒരാൾ കയറോ ഇല്ലോ എന്ന് എനിക്കറിയില്ല കേട്ടാ. കയറാതിരുന്നാൽ മതിയൊക്കെ. ഇയാൾ ജസ്റ്റ് മിസ്സിന് വീഴുമായിരുന്നു. ഇയാൾക്ക് നല്ല ഭാഗ്യമുണ്ട് തോന്നുന്നു. ഇയാളെ കണ്ടിപ്പോൾ 2-3 ഇതൊക്കെ കയറി. അതാ ആ ഹയാബൂസയുടെ റൈഡർ ആളെ സ്റ്റക്കായി. അയാളെ വണ്ടി അനങ്ങണില്ല കേട്ടോ. അതാ അയാൾ വീണ് നിലത്തോട്ട്. അങ്ങനെ അയാൾ ഈ റേസിൽ നിന്ന് ഔട്ടായി. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മുടെ ചാൻസാണ്. നമ്മളാണ് ഇനി ഇതിന് മുകളിലോട്ട് കയറാനായിട്ട് പോകുന്നത്. നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഇതിൽ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഹെൽമെറ്റ് എടുത്ത് വെക്കാം. ഇനി നമുക്ക് വണ്ടി എടുത്ത് കയറാം. നമുക്ക് എന്തായാലും പറ്റിയായിരിക്കും, കാരണം ഈ വണ്ടിയിട്ട് കയറാൻ പറ്റും ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറാൻ പറ്റും. ഞാൻ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, ഞാനും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതിൽ മാത്രമേ ഞാൻ ജയിച്ചിട്ടുള്ളൂ. പിന്നെ കുറേ എണ്ണത്തിൽ ഞാൻ തോറ്റിട്ടുണ്ട്. അത് വേറെ കാര്യം, എല്ലാത്തിലും ജയിക്കണം എന്നില്ലല്ലോ, അത് കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ ജയിക്കണം, നമുക്കൊരു വാശിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് വണ്ടിയൊക്കെ പിന്നിലോട്ട് എടുത്തിട്ട് നല്ലപോലെ കയറാൻ ഒരു നൂപ്പായിട്ട് പോലെ
നോബ് പോലെയാണ് ഞാൻ കയറുന്നത്. ബാക്കിലേക്ക് എടുത്ത് ഫ്രണ്ടിലേക്ക് എടുത്ത്. ഞാനാണെങ്കിൽ ഈ ടവറോടെ വന്ന കാര്യം അറിയില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇന്നാണ് അറിയുന്നത് റേസ് ഉള്ളതെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പേ വന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ അല്ലാത്തൊരു പണിയായി. ഇതിൽ അയാൾ കയറിയതിനേക്കാൾ മുകളിലെത്തിയത് അയാൾ ഇവിടെ നിന്ന് എത്തിയിട്ടോ വീണത്. അയാൾ ഇതിനേക്കാൾ മുകളിലെത്തി തോന്നുന്നു. ഇവിടെ നിന്ന് എത്തിയാണ്. ഇവിടെ നമ്മൾ സൂക്ഷിക്കാം. ഇങ്ങനെ കയറുമ്പോഴൊക്കെ താഴത്തോട്ട് അത് വീണ് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടാണ്ട് കിടക്കും. അപ്പം ഞാൻ തോന്നുന്നു കയറാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. എൻ്റെ അത് കഴിയാറായോ? അങ്ങനെ നമ്മൾ ഈ റേസിൽ ജയിക്കാൻ പോവുകയാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. നല്ല സാധാരണ ഇതും കൂടി ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സെറ്റായ അങ്ങനെ നമ്മളങ്ങ് ഇതങ്ങ് കയറി ഈസ്റ്റ് കയറില്ലെങ്കിൽ ഇവിടെ ഈ കാണുന്നതും കൂടെ ഒന്ന് കയറണം. സോ ഇതും കൂടി ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ റേസിൽ ജയിച്ച്. സോ ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ പിന്നെ അത്രയാണല്ലോ. ഓക്കെ, അങ്ങനെ ഞാൻ റേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും ഈ കാണുന്ന റാമ്പ് ചാടിക്കണം. താഴത്ത് വേണം നമുക്ക് എന്തെങ്കിലും പറ്റും, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഒരു കോടി കിട്ടണമെങ്കിൽ നമ്മളിത് ചാടിക്കണം. സോ ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ചാടാൻ പോവാണ്. 3, 2, 1 ലെറ്റ്സ് ഗോ. ഓക്കെ, നല്ല മുകളിലേക്ക് ചാടിക്കാൻ എന്തെങ്കിലും സംഭവിക്കുമോ? പക്ഷേ അതൊന്നും സംഭവിക്കില്ല. ഈ ചാവാതിരുന്നാൽ മതിയായിരുന്നു, ഒരു കോടി കിട്ടില്ല. അങ്ങനെ നമ്മൾ സേഫായിട്ട് തന്നെ ലാൻഡായി. നമ്മളെ നെക്സ്റ്റ് നമ്മളെ കവാസ്കിയുടെ റൈഡറായിട്ടാണ് പോകുന്നത്. അങ്ങനെ കവാസ്കിയുടെ റൈഡർ അടങ്ങി പോകുന്നത്. കവാസ്കിയുടെ റൈഡർ നല്ല ഷോക്കെ കാട്ടിയിട്ടാണ് വന്നത്. ഇപ്പം നമ്മൾ ജയിച്ചാൽ നമുക്ക് ടെൻഷൻ അടിക്കണ്ട. പക്ഷേ ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു റീമാച്ച് ഉണ്ടാവും. ഏതാ കവാസ്കിയുടെ റൈഡറാണെങ്കിൽ വലിയ ഷോ കാട്ടിയിട്ട് ഒരു ഇച്ചിരി കയറിയിട്ടുള്ളതേ രണ്ടാമത്തെ അപ്പം കിടക്കണം. അതിൽ നമുക്കാണെങ്കിൽ ക്യാഷ് പ്രൈസ് കിട്ടാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഓഫീസില്ലേ, ഓഫീസിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് പൈസ തരും. ഇവിടെ വരാണെങ്കിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നു നമ്മളാണ് ജയിച്ചെന്നുള്ളത്. നമുക്ക് അവിടെ പോയിട്ട് ആ പൈസ അങ്ങ് വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് അങ്ങ് വിടാം. ഗൈസ്, ഫൈനലി എനിക്ക് ആ 1 കോടി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ രമണാണെങ്കിൽ നമുക്ക് ബൈക്കും തന്നാൻ നമ്മുടെ ഫോർച്യൂണർ ഞാൻ അവിടെ വെച്ചിരുന്നുണ്ട്. അവനാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നു. സോ അവൻ നമ്മൾ ഇത്രയും ഹെൽപ്പ് ചെയ്തിരുന്നു. സോ അവനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളവർ എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ. മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാം അച്ഛന്മാർക്കും ബൈ.